കണ്ണ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും എല്ലാ ഓർഗൻസും നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എങ്കിലും നമ്മൾ പറയില്ലേ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ എല്ലാവരും കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് കണ്ണിൻ്റെ ഒരു പരിചരണത്തെക്കുറിച്ചെല്ലാം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവെയർ ആകുന്നത്. എന്താണ് ഒരു നേത്ര സംരക്ഷണത്തെക്കുറിച്ച് പൊതുവിൽ ആളുകളോട് പറയാനുള്ളത്? നമുക്കുള്ള ഒരു അഡൽട്ട്സ് കാറ്റഗറിയിൽ വരുന്ന ആളുകളോടാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാ വർഷവും കണ്ണ് ചെക്ക് ചെയ്യുക. അത് പവർ മാത്രമല്ല റിട്ടിന കൂടി ഇവാലുവേറ്റ് ചെയ്യിക്കുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഒഫ്താൽമോളജിസ്റ്റ്. അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. നമുക്കിപ്പോൾ പറഞ്ഞതുപോലെ കണ്ണിൻ്റെ ഒരു പ്രശ്നം വരുമ്പോഴേ ആളുകൾ കണ്ണാശുപത്രിയിൽ പോകാറുള്ളൂ. എന്തുകൊണ്ടാണ് സ്ക്രീനിങ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഏർലി ആയിട്ട് നമുക്ക് പല കണ്ടീഷൻസും ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് ഗ്ലോക്കോമ ഒരു കണ്ടീഷനാണ്. ഗ്ലോക്കോമയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നതിലും ഉപരിയായിട്ട് ഗ്രാജുവലി അതൊരു സൈലൻറ്റ് കില്ലർ ഓഫ് വിഷൻ ആയിട്ടാണ് ഗ്ലോക്കോമേനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇനീഷ്യലി ആളുകൾക്ക് വായിക്കുന്നതിന് കുഴപ്പമുണ്ടാവില്ല, ദൂരെയുള്ളത് വായിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല, അടുത്തുള്ളതും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഗ്രാജുവലി നമ്മുടെ ഈ വിഷ്വൽ ഫീൽഡ് റെസ്ട്രിക്റ്റ് ചെയ്ത് വരുവാണ് ചെയ്യുക. അത് സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ടും പറ്റത്തില്ല. എൻ്റെ ഫീൽഡ് കുറഞ്ഞു എന്നൊരിക്കലും പറയില്ല. നമുക്ക് കാണാൻ മങ്ങലാണ് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ ഫീൽഡ് കുറയുന്നു എന്നുള്ളൊരു വ്യത്യാസം ആളുകൾക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ വർഷവും തന്നെ നമ്മുടെ റെറ്റിനയും അതേപോലെ തന്നെ പവറും ഇവാലുവേറ്റ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. രണ്ടാമത്തത് കുട്ടികളുടെ കാര്യമാണ്. കുട്ടികളുടെ കാര്യത്തിൽ എല്ലാവരും ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ക്ലിനിക്കിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും പലരും ചോദിക്കുന്ന കാര്യമാണ്, ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിഷന് പ്രശ്നങ്ങളുണ്ടാകുമോ? ഫോൺ യൂസ് ചെയ്യുക എന്നുള്ളതല്ല, നിയർ ആക്ടിവിറ്റി കൂടുതലായിട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് ഒരു മയോപ്പിയ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരും തന്നെ കണ്ണടകൾ ഉപയോഗിക്കുന്നവരുണ്ടായിരുന്നില്ല. കാരണം എന്താണ്? നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത് പുറത്താണ്, മെജോറിറ്റി സമയം പുറത്താണ്, എൻവയോൺമെൻറ്റുമായിട്ട് കുറച്ചുകൂടി എന്താ പറയുക ഒരു മിക്സപ്പ് ആയിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലമാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ എന്താ, എല്ലാവരും പഠിക്കുന്നത് റൂമിനകത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒരു കമ്പ്യൂട്ടർ ആവാം, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ആവാം, അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് ആവാം. കുട്ടികൾ നോക്കുന്ന പോലും ഇല്ല. അതാണ് നമ്മുടെ ഒരു പ്രശ്നമായിട്ട് വരുന്ന ഒരു ഫാക്ടർ. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ അടുത്ത് വായിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരുമ്പോൾ നമ്മൾ അത്രമാത്രം അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. അക്കോമഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അക്കോമഡേഷൻ റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ അവിടെയുണ്ട്. അതേപോലെ ഫുഡ് ഇൻടേക്ക് ആണെങ്കിലും ഒരു എന്താ പറയുക, ഈക്വലി എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഒരു ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. വിറ്റമിൻ എ ആവശ്യമാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമുക്ക് വളരെ ആവശ്യമാണ് കണ്ണുനീരിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പവർ കണ്ണട ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ണട എല്ലാ വർഷവും ചെക്ക് ചെയ്യാനായിട്ട് നോക്കുക. ചെറിയ പവർ ചേഞ്ച് ആണെങ്കിലും അത് പ്രോപ്പറായിട്ട് മാറ്റി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും സ്പെസിഫിക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ റിവ്യൂസിന് പോവുക. എന്ത് കറക്ഷൻസ് ആണോ തരുന്നത് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കുട്ടികളിൽ കണ്ണട വെച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കണ്ണിൽ പവർ കുറവാണ് എന്ന് വെക്കട്ടെ, അല്ലെങ്കിൽ കാഴ്ച കുറവാണ്, അടുത്ത കണ്ണിന് അത്യാവശ്യം കാഴ്ചയുണ്ട്, നമ്മൾ ഒരു ലോങ് ടേമിലേക്ക് കറക്റ്റ് ചെയ്യാതിരുന്നാൽ അംബ്ലിയോപ്പിയ പോലെയുള്ള കണ്ടീഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. അംബ്ലിയോപ്പിയ പറഞ്ഞാൽ ലേസി ആയി ആണ്. ലേസി ആയി കറക്റ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും എക്സസൈസസും തെറാപ്പീസും നമ്മൾ പോകേണ്ടി വരും. അതിലും നല്ലത് നേരത്തെ കണ്ടുപിടിക്കുക, നേരത്തെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് സ്ക്രീൻ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഡ്രൈനെസ് അങ്ങനെ ഉണ്ടാകുന്നു, നോർമലായിട്ട് ഉണ്ടാകാവുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ് അടച്ച് തുറക്കുന്നത് വഴി ബ്ലിങ്ക് ആണ് നമ്മളുടെ കണ്ണുനീര് സെക്രീറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബേസിക്കലി നമ്മൾ കണ്ണ് അടച്ച് തുറക്കുന്നില്ല. നമ്മൾ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് വേറൊരാൾ സ്ക്രീൻ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ അവരെ ഒന്ന് നോട്ടീസ് ചെയ്താൽ നമുക്കറിയാം ബ്ലിങ്ക് ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും, ബ്ലിങ്ക് റേറ്റ് വളരെ കുറവായിരിക്കും. ബ്ലിങ്ക് റേറ്റ് കുറവാകുന്നതിനനുസരിച്ച് ഡ്രൈനെസ് ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ കണ്ണിൽ ഇപ്പോൾ കരട് പോവുക, അത്തരം ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ആളുകൾ ഐ ഡ്രോപ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നേരിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. ശരിയാണോ അത്? ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫോറിൻ ബോഡി പുറത്തുനിന്നൊരു കരട് പോവുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോർണിയൽ എംബഡഡ് ആയിട്ടിരിക്കുന്ന ഒന്നായിരിക്കും. അത് ഒരു ഒഫ്താൽമോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി അത് റിമൂവ് ചെയ്യേണ്ടതാണ്. അല്ലാതെ നമ്മൾ വെറുതെ പുറത്ത് നിന്ന് ഇപ്പോൾ കണ്ണ് ചുമന്നു അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇൻഫെക്ഷൻ ഉണ്ടായി എന്ന് വെക്കട്ടെ, കണ്ണി സുഖേട് എന്നൊക്കെ നമ്മൾ പറയില്ല, കണ്ണി സുഖേട് എന്ന് പറയും. അതിന് നമ്മൾ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് വാങ്ങി ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഒരു വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസിന് നമ്മളൊരു ഫാർമസി ചെന്ന് വാങ്ങിക്കുന്നത് ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റിസിനുള്ള മരുന്നായിരിക്കും. അപ്പോൾ അത് വേഴ്സൻഡ് ആവത്തേ ഉള്ളൂ. അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കണ്ണ് റിലേറ്റഡ്, കണ്ണ് ചുമക്കുക, കണ്ണിൽ നിന്ന് വെള്ളം വരിക, അഴുക്ക് കിട്ടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഒഫ്താൽമോളജിസ്റ്റിനെയോ ഒപ്റ്റോമെട്രിസ്റ്റിനെയോ ഒക്കെ കൊണ്ടുപോയി കാണിക്കുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ.
ഇപ്പോൾ നമ്മുടെ വെയിലെന്ന് പറയുന്നത് മുമ്പത്തെ പോലെയല്ലോ, ഒത്തിരി കഠിനമായിട്ടുള്ള ചൂടും. അപ്പോൾ ഈ സൺലൈറ്റ് നേരിട്ട് ഇങ്ങനെ നമുക്ക് അടിക്കുമ്പോൾ സ്കിൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ സൺഗ്ലാസസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആളുകൾ പൊതുവെ അതിനെ ഒരു ജാഡ ഫാക്ടറായിട്ടൊക്കെ ഒരു ഫാഷൻ ഫാക്ടർ മാത്രമായിട്ടാണ് കൺസിഡർ ചെയ്യുക. ആക്ച്വലി ഒരു സൺഗ്ലാസ് ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമല്ലേ? വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ സൺഗ്ലാസസ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രോപ്പർ UV പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു റേറ്റിംഗ് ഉള്ള സൺഗ്ലാസസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ കാണാൻ ഭംഗിയുള്ള ഒരു ഗ്ലാസ് എന്നുള്ളതിനും ഉപരിയായിട്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് നല്ലതാണ് എന്ന് ഉറപ്പുവരുത്തുക. സ്പെസിഫിക് ബ്രാൻഡ്സ്, ഇപ്പോൾ നമ്മളൊരു റെയ്ബാൻ്റെ സൺഗ്ലാസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അവർ എഴുതിയിട്ടുണ്ടാവും UV പ്രൊട്ടക്ഷൻ അപ് ടു 400 നാനോമീറ്റർ. അപ്പോൾ അതേപോലെ റേറ്റഡ് ആയിട്ടുള്ള സൺഗ്ലാസസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചായിരിക്കും, ബെനിഫിറ്റിന് പകരം നമുക്ക് ദോഷമാണ് ഉണ്ടാകുക. കാരണം നമ്മൾ സൺഗ്ലാസ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ പ്യൂപ്പിൾ കുറച്ചുകൂടി ഡയലേറ്റഡ് ആകും. കാര്യം കുറച്ച് ലൈറ്റ് അകത്ത് ചെല്ലുന്നുള്ളൂ. ഇരുട്ടത്ത് നമ്മൾ നിൽക്കുന്ന ഒരു സിമിലർ സിനാറിയോ ആണ്. അപ്പോൾ കൂടുതൽ പീപ്പിൾ ഡയലേറ്റ് ആകുമ്പോൾ കൂടുതൽ UV റേസ് കണ്ണിനകത്തേക്ക് പോകും. കാറ്ററാക്ട് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. പ്രോപ്പർലി റേറ്റഡ് ആയിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള സൺഗ്ലാസസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് സൈഡാണ് അത് കൊണ്ടുവരുന്നത്.